അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ നമ്മൾ ആ ചാപ്റ്ററിലെ എന്താണ് നമുക്ക് ന്യൂമറിക്കൽസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പം കൂടുതലും നിങ്ങൾ ആ ചാപ്റ്ററിന്റെ ഫോക്കസ് ചെയ്യേണ്ടത് ന്യൂമറിക്കൽസ് ആണ്. സോ ഞാൻ ഇന്ന് ഈ ടെക്സ്റ്റിൽ ഉള്ള ലൈക്ക് ന്യൂമറിക്കൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നാൽ അതുപോലെ റിലേറ്റ് ചെയ്ത കുറച്ച് ന്യൂമറിക്കൽസ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരും. സോ വെനെവർ യു ഗെറ്റ് ദ ടൈം യു ജസ്റ്റ് ട്രൈ ടു സോൾവ് ദ problems. Okay, so first one starting with Gay-Lussac law. അല്ലെ, Gay-Lussac law എന്ന് പറയുമ്പം ലോസുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പം ഗേ-ലുസാക്സ് ലോയിൽ പറയുന്നത്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഗേ-ലുസാക്സ് ലോയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയാം, ദെൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് നമുക്ക് 1 by 1 നോക്കാം. So when gases react with each other, they do so in a simple whole number ratio by the volume, provide temperature, pressure remains constant. അതായത് ഗ്യാസസുകൾ തമ്മിൽ, ഗേ-ലുസാക് ലോ only regarding the case of ഗ്യാസസിനെ കുറിച്ചാണ്. ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുന്ന ഗ്യാസിനെ കുറിച്ച് മാത്രമാണ് അത് സംസാരിക്കുന്നത്. സെക്കൻഡ്, ഈ ഗ്യാസസുകളെല്ലാം റിയാക്ട് ചെയ്ത് അവരുടെ ഹോൾ, അതായത് ആ റിയാക്ഷൻ മൊത്തം നടന്നു കഴിയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും വോളിയം ഉണ്ടാകുന്നത്. അവിടെ ടെമ്പറേച്ചറും പ്രഷറും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ദ ഡെഫിനിഷൻ. വെൻ ഗ്യാസസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ, they do so in simple whole number ratio by volume provided temperature and pressure remain constant. ഇതാണ് ഗേ-ലുസാക് ലോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഗേ-ലുസാക് ലോയിൽ ഗ്യാസസുകൾ തമ്മിൽ റിയാക്ട് ആൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹോൾ നമ്പർ ഓഫ് ദ വോളിയത്തിന്റെ ഹോൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് അവിടുത്തെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദേ ഓൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള തന്നെയാണ് പറയുന്നത്, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതായത് നമുക്ക് എങ്ങനെയാണ് HCl എന്ന് പറഞ്ഞിട്ട്, ഇവിടെ HCl ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജന്റെ കൂടെ ക്ലോറിൻ ഗ്യാസ് കൂടുമ്പോഴാണ് നമുക്ക് 2HCl ഉണ്ടാകുന്നത്. ഇത് ഈ ചാപ്റ്ററിൽ ഈ ഒരു ഗേ-ലുസാക് ലോയുടെ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബാലൻസിങ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ അവരൊരിക്കലും ആറ്റം ഫോമിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പകരം അവരിങ്ങനെ മോളിക്യൂൾ ഫോമിൽ H2 ആയിട്ട്, O2 ആയിട്ട്, Cl2 ആയിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് HCl ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്കറിയാം ഹൈഡ്രജനും ക്ലോറിനും വേണം. സോ വി ടേക്ക് ഹൈഡ്രജൻ ആൻഡ് പ്ലസ് ക്ലോറിൻ, ദേ ആർ എക്സിസ്റ്റ് ഓൺലി ഇൻ ദെയർ മോളിക്യൂൾ ഫോം. സോ H2 plus O2 gives 2HCl. കാരണം ഇവിടെ H രണ്ടുണ്ട്, ക്ലോറിൻ രണ്ടുണ്ട്. അപ്പം ഇങ്ങനെ എഴുതാൻ നമുക്ക് പറ്റത്തില്ല, H2Cl2 എന്ന് എഴുതാൻ പറ്റത്തില്ല. പകരം നമ്മൾ രണ്ടിനും കോമൺ ആയിട്ട് എഴുതിയേക്കുവാണ് 2HCl എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ്. അപ്പൊ 2HCl. അപ്പൊ ഇവിടുത്തെ ഇതല്ല നമ്മുടെ ഇഷ്യൂ, ഇതല്ല. നമ്മൾ ഇവിടുത്തെ റേഷ്യോ നോക്കണം, വോളിയം നോക്കണം. വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഇൻ ദ റിയാക്ടന്റ് സൈഡ്? ഇറ്റ് ഈസ് 1. വാട്ട് അബൌട്ട് ദ ക്ലോറിൻ? ഇറ്റ് ഈസ് 1. So what about the volume of HCl? It is 2. So the total volume is 2, 1:1:2 എന്ന് പറയുന്നതാണ് അവിടുത്തെ ratio of
ദെയർ വോളിയത്തിന്റെ റേഷ്യോ ആണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അമോണിയ തന്നിട്ടുണ്ട്. അമോണിയ എന്താ പറയാ, NH2 പ്ലസ്, അതായത് അമോണിയ എന്ന് പറയുമ്പോൾ എത്ര, NH3 ആണ് അമോണിയ. അപ്പൊ ഞാൻ എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നതെന്നാ പറയാൻ പോകുന്നത്. NH3 ഇതിൽ എന്തൊക്കെ ആയാൽ, അതായത് അമോണിയ ഉണ്ടായാലും നമുക്ക് എന്തൊക്കെ വേണം, എന്നും വേണം ഹൈഡ്രജനും വേണം. സോ ഞാൻ എഴുതാം, NH3 ആണല്ലോ, അപ്പം N2 ആണ്. നമുക്ക് നൈട്രജൻ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല, ദെൻ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല, ദെൻ വി ഗെറ്റ് ദ പ്രൊഡക്റ്റ് ലൈക്ക് NH3. ഇനി ഇതിനെ ബാലൻസ് ചെയ്തോ നോക്കണം. ഇവിടെ നൈട്രജൻ 2 ആണ്, ഹൈഡ്രജൻ 2 ആണ്. സോ ഇവിടെ നോക്കി, നൈട്രജൻ ഇൻ ദ റിയാക്ടന്റ് സൈഡ് ഇറ്റ് ഈസ് 2, hydrogen it is 2, and in the product side there is nitrogen is 1, hydrogen it is 3. So it is not a balance. So നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലെ. ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നൈട്രജനെ ആദ്യം ബാലൻസ് ചെയ്യണം, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ആദ്യം ബാലൻസ് ചെയ്യണം, അതല്ലേ കൂടുതൽ നോക്കേണ്ടത്. സോ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി 3 ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ 2 ഉള്ളൂ. നമുക്ക് 1 ഇട്ട് കൊടുത്താലും 2 into 1 എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരു എത്ര ഇട്ട് കൊടുക്കണം, ഒരു 3 ഇട്ട് കൊടുക്കാം. 3 ഇട്ട് കൊടുക്കുമ്പോൾ 3 into 2 എന്ന് പറയുമ്പോൾ അവിടെ 6 ആയി. പക്ഷെ ഇവിടെ എത്രയാണ്, 3 ഉള്ളൂ. സോ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ സോൾവ് ആയില്ലേ, അപ്പോഴും അവിടെ എത്രയായി, 6 കിട്ടി. ദെൻ വാട്ട് അബൌട്ട് നൈട്രജൻ ഇറ്റ് ഈസ് 2, ഹിയർ ഇറ്റ് ഈസ് 2. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്തു, സ്റ്റേബിൾ. സോ ഇതാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ റേഷ്യോ. റേഷ്യോ അല്ല, ഈക്വേഷൻ. സോ കമ്മിങ് ടു ദ റേഷ്യോ പാർട്ട്, റേഷ്യോ എത്രയാണ്, നൈട്രജൻ ഇറ്റ് ഈസ് 1, and what about hydrogen it is 3, what about ammonia it is 2. എവിടെ നമ്മൾ നോക്കി ഇത് പറയാം, നമ്മൾ ഈ കോയിഫിഷ്യന്റ് നോക്കി വേണം അതിന്റെ റേഷ്യോ മെഷർ ചെയ്യാൻ. മനസ്സിലായോ? എങ്കിലും നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് CO2 ഒന്ന് തന്നെ ചെയ്ത് നോക്കിയേ, CO2 എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഓക്കെ, അത് ചെയ്തിട്ട് എന്നോട് പറയണം. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിന്റെ, ഞാനൊന്ന് ഇതെടുക്കട്ടെ, സ്ലൈഡ് എടുക്കട്ടെ. ഈ ചാപ്റ്ററിന്റെ ഓരോരോ ന്യൂമറിക്കൽസ് വെച്ച് നോക്കാനാണ് പോകുന്നത്. സോ ഞാൻ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ഓൺലി ഐ വിൽ എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ഐ എം ഡൂയിങ് ദ പ്രോബ്ലംസ്. ബിക്കോസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അകത്തുണ്ട്, പിന്നെ ഞാൻ അത് എഴുതി സമയം കളയുന്നതിലും ഭേദം ന്യൂമറിക്കൽസ് ചെയ്യുന്നതാണ് നല്ലത്. സോ വാട്ട് വോളിയം ഓഫ് ഓക്സിജൻ വുഡ് ബി റിക്വയർഡ് ടു ബേൺ, അതായത് ഇത് നിങ്ങൾ CO2 ഹോംവർക്ക് ആണേ, നമ്മളോട് ചോദിക്കുകയാണ് what volume of oxygen would require to turn complete 200 ml of acetylene, അതായത് C2H2, and what would be the volume of carbon dioxide formed. അതായത് നമ്മളോട് ചോദിക്കുകയാണ് എത്ര വോളിയം ഓഫ് ഓക്സിജൻ വേണം 200 ml ഓഫ് അസറ്റിലിൻ ബേൺ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. എത്ര മോൾ ഓഫ്, എത്ര വോളിയം ഓഫ് ഓക്സിജൻ വേണം 200 ml ഓഫ് അസറ്റിലിൻ ബേൺ ചെയ്ത് കളയാൻ. ആൻഡ് വാട്ട് വുഡ് ബി ദ വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോം. അങ്ങനെയാണെങ്കിൽ 2 ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യണം. എന്തൊക്കെ, ഓക്സിജൻ O2 എത്രയാണെന്നും അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ കാര്യവും കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ ഇക്വേഷന്റെ ചില ക്വസ്റ്റ്യന്റെ അകത്ത് ഇക്വേഷൻസ് കൊടുക്കും, ചിലതിന്റെ അകത്ത് ഇക്വേഷൻസ് കൊടുക്കത്തില്ല. അപ്പൊ കൊടുക്കാത്തടത്ത് നമ്മൾ ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് എഴുതണം. ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസുകൾ തെറ്റും. അപ്പൊ അറ്റ് ദ ബിഗിനിങ് യു ഹാവ് ടു ബി വെരി മച്ച് കൺസേൺ അബൌട്ട് യുവർ ഇക്വേഷൻസ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇവിടെ നമുക്കറിയാം ആരൊക്കെയുണ്ട്, നമ്മുടെ ഈ റിയാക്ഷനിലെ പാർട്ടിസിപ്പൻസുകൾ ആരൊക്കെയാണ്. ഓക്സിജൻ ഉണ്ട് അല്ലെ, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, എത്തിലീൻ ഉണ്ട്. പിന്നെ ആൾക്കാരെ ഒന്നും നമുക്ക് അതിനകത്ത് അറിയത്തില്ല. അപ്പം അസറ്റിലിന്റെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എത്രയാണ്, C2H2 എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ആര് ബേൺ ചെയ്യുന്നു എന്നാ പറഞ്ഞേ, ഓക്സിജൻ ബേൺ ചെയ്യുന്നു എന്നാ പറഞ്ഞു. ഓക്സിജൻ ബേൺ ചെയ്ത് കിട്ടുന്നത് ആരാന്നാ പറഞ്ഞേ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ്. എങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റിൽ കാർബൺ ഡയോക്സൈഡ് ഒരാളുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ആരാ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കട്ടെ, നോക്കാം. കാർബണിൽ നോക്കട്ടെ ആരൊക്കെ വന്നിട്ടുണ്ട്. സോ കാർബൺ ഡയോക്സൈഡിൽ C വന്നിട്ടുണ്ട്, C2H2വിന്റെ അകത്ത് എന്താണ് C വന്നിട്ടുണ്ട്. അപ്പൊ കാർബൺ തീർന്നു. ദെൻ ഓക്സിജൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആരുണ്ട്, ഹൈഡ്രജൻ H2 ഉണ്ട്. H2 ഉണ്ട്. ദെൻ ഇത് റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ നമുക്ക് നോക്കാം. റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ നോക്കാം. കാർബൺ 2 ഇവിടെ, ഹൈഡ്രജൻ
2 ഓക്സിജൻ 2. വാട്ട് അബൌട്ട് ദിസ് കേസ്? കാർബൺ 1 ഓക്സിജൻ 2 ഹൈഡ്രജൻ 2 അല്ലേ? സോ ഇവിടെ എന്താണ്, ആരൊക്കെ തമ്മിൽ സ്റ്റേബിൾ ആയിട്ടുണ്ട്? കാർബൺ സ്റ്റേബിൾ ആയിട്ടില്ല. കാർബൺ 2 and 1 ആണ്. ദെൻ വാട്ട് അബൌട്ട് ഹൈഡ്രജൻ? ഹൈഡ്രജൻ സ്റ്റേബിൾ ആയിട്ടുണ്ട്, ഓക്സിജൻ സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? കാർബണിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കാർബണിനെ ബാലൻസ് ചെയ്യിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും നമ്മൾ? ഇവിടെ 2 ഇട്ട് കൊടുത്താൽ എത്ര വരും? ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ഇവിടെയും 2 വരും അല്ലേ? സോ എനിക്ക് ഞാനൊരു പ്രോപ്പറായിട്ട് എഴുതാമേ. വെയിറ്റ്.